കേരൻ ഷേറിന്റെ 16-ാം വാർഷികത്തിനപ്പുറത്തേക്ക് ഒരു പത്മശ്രീ ആഘോഷിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷം. പത്മഭൂഷൺ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാനുള്ള ഒരു വാക്കാണ്. ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാറുമില്ല, പറയാനും പാടില്ല. അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല. അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ്. എന്നെ മമ്മൂട്ടി എന്ന് മാത്രം വിളിച്ചാലും മതി. പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ്. നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവട്ടെ. ഇവിടെ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂട്ടീനെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേരിനൊപ്പം ആരും പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പത്മ അവാർഡ്സിന്റെ ഒന്നും ടൈറ്റിലുകൾ കൂടെ പറയണ്ട എന്ന് പറയുന്ന ഒരു കാര്യം. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് മനസ്സിന്റെ അങ്ങനെയൊക്കെ പറയില്ല, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഓക്കെ, എനിവേ എന്തൊക്കെ ആയാലും ഇന്ത്യയിലെ നിയമമാണ് സത്യത്തിൽ ഇപ്പോൾ മമ്മൂട്ടി ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ചെയ്യാറുള്ള ഒരു തെറ്റാണിത്. പത്മ അവാർഡ്സ് കിട്ടും നമ്മുടെ പല ആളുകൾക്കും. അപ്പോൾ പത്മ അവാർഡ്സ് കിട്ടി ഇവർ വേറെ വല്ല ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ആങ്കേഴ്സ് ഒക്കെ വിളിക്കുന്നേക്കാം പത്മഭൂഷൺ മമ്മൂട്ടി, പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ മോഹൻലാൽ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേക്കാം. സത്യത്തിൽ ഇങ്ങനൊരു സാധനം ഇല്ല. ഇന്ത്യയിൽ ഇത് നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 18+1 പ്രകാരം ഇത്തരത്തിലുള്ള ടൈറ്റിലുകൾ നമുക്ക് വെക്കാൻ, പേരിന്റെ ഒപ്പം വെക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് കിട്ടി, ഓക്കെ, പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ പേരിന്റെ ഒപ്പം വെച്ചിട്ട് പേരിന്റെ മുന്നോ അല്ലെങ്കിൽ പിന്നിലോ ഒക്കെ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതൊരു ഇങ്ങനെ നീട്ടി പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമുക്ക് എന്താണ് വെക്കാൻ പറ്റുന്നത്? ആകെ വെക്കാൻ പറ്റുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി പൊസിഷൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. കേണൽ, മേജർ ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള മിലിറ്ററി പൊസിഷൻസ്, റാങ്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുക, അഡ്വക്കേറ്റ് ആവുക, ഡോക്ടർ ആവുക, ഇവരുടെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഇതും ഓക്കെയാണ്. ഈ രണ്ട് കാര്യം മാത്രമാണ് ഇന്ത്യയിലെ നിയമപരമായിട്ടുള്ളത്. ബാക്കി ഈ പറയുന്ന കാര്യം, ഈ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇത് ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്, രാജ്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേരിന്റെ ഒപ്പം വെച്ച് നടക്കാനാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ അർത്ഥമില്ലാണ്ട് പോകും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതേ ഇത്തരത്തിലുള്ള ടൈറ്റിലുകൾ പേരിന്റെ ഒപ്പം വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപോലെയാണ് എന്ന രീതിയിൽ വന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന പോലെയാവും നമ്മുടെ ഈ പറയുന്ന ടൈറ്റിലുകളൊക്കെ പേരിന്റെ ഒപ്പം കൊണ്ട് നടക്കുന്നത്. ഒഫീഷ്യലായിട്ട് ലെറ്റർ പാഡുകളിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകളിലോ പേരുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ചടങ്ങുകളിലൊന്നും നമുക്ക് അത് പേരിന്റെ മുന്നിലോ പിന്നിലോ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. മമ്മൂട്ടി പറഞ്ഞത് ഇന്ത്യയിലെ ഒരു നിയമമാണ്. പലപ്പോഴും പലർക്കും അറിയാത്ത അല്ലെങ്കിൽ അത് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു നിയമമാണ് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്.